ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ഷാൻ ഫാമിലി വ്ളോഗ്സ്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് നാളിന് ശേഷമാണ് ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. കുറച്ച് കാരണങ്ങളാൽ വീഡിയോസ് ഒന്നും റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്യാൻ സാധിച്ചില്ല. അപ്പൊ ഇനി മുതൽ വീഡിയോസ് റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു. അപ്പൊ നിങ്ങളുടെ സ്നേഹം സപ്പോർട്ട് എല്ലാം പഴയതുപോലെ ഉണ്ടാവണം. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് സെക്കൻഡ് ബികോമിലെ അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ്ങിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ കുറച്ച് സ്റ്റുഡൻസ് എന്നോട് ഇങ്ങനെ പറഞ്ഞു, അവരിപ്പോ എക്സാം എഴുതാൻ നിൽക്കുന്ന കുട്ടികളാണ്, അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ആയിട്ട് ഇടണേ എന്ന് പറഞ്ഞു. അതിലൂടെ ആവട്ടെ ഒരു തുടക്കം എന്ന് വിചാരിച്ചു. അപ്പൊ ഇന്നത്തെ ഒരു എന്താ പറയാ വീഡിയോയിൽ നമ്മൾ 2 ചാപ്റ്റേഴ്സിന്റെ ഒരു കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പൊ ടോട്ടൽ നമുക്ക് 10 ചാപ്റ്റേഴ്സ് ആണുള്ളത്. അപ്പൊ ഓരോ ദിവസവും നമുക്ക് 2 ചാപ്റ്റേഴ്സിന്റെ ഒരു വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിന്റെ അകത്ത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഡു യു മീൻ ബൈ ഫിക്സ്ഡ് ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ ആണ്. അപ്പം നമ്മുടെ പാർട്ണർഷിപ്പ് ആണ് ഫസ്റ്റ് ചാപ്റ്റർ. അപ്പൊ അതിന്റെ അകത്ത് വരുന്നതാണ് എന്താണ് ഫിക്സഡ്, എന്താണ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ എന്നുള്ളത്. അതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതൊന്ന് നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചു വെക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഹൗ ഡു യു പ്രിപ്പയർ അക്കൗണ്ട്സ് near the under fixed near the and fluctuating capital method. Second question ഇതാണ്. The next one is what are the difference between fixed and fluctuating capital ആണ്. അപ്പൊ എന്താണ് ഫിക്സഡ് എന്നും എന്താണ് ഫ്ലക്ച്വേറ്റിംഗ് എന്നും ഓൾറെഡി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഡിഫറൻസ് എഴുതാൻ നിങ്ങൾക്ക് വളരെയധികം എളുപ്പമായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആണ്. എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്നാണ് ഓൾറെഡി നമ്മൾ +2 പഠിക്കുന്നത് തന്നെയാണ്. അപ്പൊ അതിന്റെ കുറച്ച് ബ്രീഫ് ആയിട്ടുള്ള അതിന്റെ പോർഷൻസ് ആണ് നമുക്ക് ഡിഗ്രി ലെവലിലേക്ക് വരുന്നത്. നെക്സ്റ്റ് വാട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് പാർട്ണർഷിപ്പ് കൺസേൺ, അതാണ് നെക്സ്റ്റ് വരുന്നത്. അപ്പൊ എന്താണ് പാർട്ണർഷിപ്പ് എന്നൊക്കെ ഒരു എന്താ പറയാ ഒരു എക്സ്പ്ലനേഷൻ ഒക്കെ കൊടുത്തിട്ട് വേണം ഇതിനെ കുറിച്ചിട്ട് എഴുതാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മെൻഷൻ ദ 2 മെയിൻ റൈറ്റ്സ് അക്വേർഡ് ബൈ എ ന്യൂ പാർട്ണർ. ഒരു ന്യൂ പാർട്ണർ, അതായത് നമ്മുടെ പാർട്ണർഷിപ്പ് ബിസിനസ്സിലേക്ക് ഒരു പുതിയ ഒരു പാർട്ണർ എന്താണ് അഡ്മിറ്റ് ആവുമ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന 2 മെയിൻ റൈറ്റ്സ് എന്തൊക്കെയാണ് ആ ഒരു പുതിയ പാർട്ണറിന്റെ എന്നതിനെ കുറിച്ചിട്ട് എഴുതാനാണ് പറയുന്നത്. നെക്സ്റ്റ് വാട്ട് ഡു യു മീൻ ബൈ റീവാലുവേഷൻ അക്കൗണ്ട്. ഓൾറെഡി നിങ്ങൾ +2 പഠിക്കുന്നതാണ് എന്താണ് റീവാലുവേഷൻ അക്കൗണ്ട് എന്ന്. അതുപോലെ തന്നെ വൈ ഈസ് ഇറ്റ് പ്രിപ്പയർഡ്, ഇത് എങ്ങനെയാണ് പ്രിപ്പയർ, എന്തിനു വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന്. അപ്പൊ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, കുറച്ച് നന്നായിട്ട് അറിയണം. അതായത് കൊമേഴ്സിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ബികോമിലേക്ക് വരുന്ന കുട്ടികൾക്കാണെങ്കിൽ ഇത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. The next one, define sacrificing ratio. എന്താണ് സാക്രിഫൈസിങ് റേഷ്യോ? അപ്പൊ സാക്രിഫൈസിങ് റേഷ്യോ എഴുതുമ്പോൾ അതിന്റെ ഡെഫിനിഷൻ അല്ല ഇക്വേഷനും കൂടെ അപ്ലൈ ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ why is it calculated on admission of a partner. അപ്പൊ അത് രണ്ടും കൂടെ ഒരു സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. The next വാട്ട് ഡു യു മീൻ ബൈ ഗുഡ് വിൽ. എന്താണ് ഗുഡ് വിൽ എന്ന് എഴുതുക. അപ്പൊ അതും ഓൾറെഡി നമ്മൾ +2 പഠിക്കുന്ന കാര്യമാണ്. അപ്പൊ ഗുഡ് വിൽ എന്താണെന്ന് എഴുതുക. അതിനോടൊപ്പം തന്നെ ചോദിക്കുന്നതാണ് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഇറ്റ്സ് നിയർ ദ വാല്യൂ എന്ന് പറഞ്ഞ് ചോദിക്കുന്നത്. അപ്പൊ 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ഇത് റൈസ് ചെയ്യും കേട്ടോ. നെക്സ്റ്റ് ലാസ്റ്റ് വൺ ഈസ് എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് വാല്യുവേഷൻ ഓഫ് ഗുഡ് വിൽ ആണ്. അപ്പൊ അത് ഒരു കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ലാസ്റ്റ് പറഞ്ഞേക്കുന്നത്. എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് വാല്യുവേഷൻ ഓഫ് ഗുഡ് വിൽ. അത് നമുക്ക് പ്രോബ്ലം ഉണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ 10 ക്വസ്റ്റ്യൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പൊ നിങ്ങൾ നന്നായിട്ട് ഈ ക്വസ്റ്റ്യൻസ് എഴുതിയെടുക്കുക, എന്നിട്ട് നിങ്ങൾ പഠിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ നെക്സ്റ്റ് 2 ചാപ്റ്റേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് ആഡ് ആക്കാം. ഓക്കെ, അപ്പൊ എന്റെ വീഡിയോസ് കണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദി. അതുപോലെ തന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് ഇതുപോലെയുള്ള എഡ്യൂക്കേഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണുന്നതിന് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യാം. ഓക്കെ, താങ്ക് യു.